സർക്കാർ ജില്ലാ പഞ്ചായത്തുകൾക്ക് അനുവദിച്ച റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് മരവിപ്പിച്ചു. 18 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. മറ്റ് ജില്ലാ പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് മരവിപ്പിച്ചത്. ഇതിനെതിരെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കോടതിയെയും ട്രൈബ്യൂണലിനെയും സമീപിച്ചു. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിൽ എയർട്രാക്ക് സംവിധാനത്തിൽ വേണം റോഡുകളുടെ നീളം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതനുസരിച്ച് വേണം സർക്കാർ മെയിൻ്റനൻസ് ഗ്രാന്റ് അനുവദിക്കേണ്ടത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സമയബന്ധിതമായി അപ്ലോഡ് ചെയ്യുന്ന പ്രവൃത്തി പൂർത്തിയാക്കി. സർക്കാർ ജില്ലാ പഞ്ചായത്തിന് 18 കോടി രൂപയും അനുവദിച്ചു. മറ്റു ജില്ലാ പഞ്ചായത്തുകൾ വളരെ കുറച്ച് റോഡുകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. അതിനാൽ ഫണ്ട് കുറഞ്ഞുപോയി. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് മറ്റു ജില്ലാ പഞ്ചായത്തുകളെക്കാൾ കൂടുതൽ ഫണ്ട് അനുവദിച്ചതിനെതിരെ മറ്റു ജില്ലാ പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കൂടുതൽ റോഡുകൾ ഉൾപ്പെടുത്തിയതോടെ ഇതിന്റെ ആസ്തികൾ ജില്ലാ പഞ്ചായത്തിനായി. ഇതോടെ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയുള്ള റോഡുകളുടെ നീളം കുറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന് ലഭിക്കേണ്ട ഫണ്ടുകളും കുറഞ്ഞു. ഇതിനെതിരെ ഉപ്പുതല പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ചേർന്ന് സർക്കാരിൽ പരാതി നൽകി. ഇതോടെ സർക്കാർ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ച ഫണ്ട് മരവിപ്പിച്ചു. അത് ഗവൺമെന്റ് നമുക്ക് 18 കോടി രൂപ തന്നു. ഡാട്രാക്ക് എന്നൊരു സംവിധാനത്തിൽ നമ്മൾ ജില്ലയിലെ മുഴുവൻ റോഡുകളും നമ്മൾ ചെയ്ത് കൊടുത്ത് ഗവൺമെൻറ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും. ഒരു ജില്ലാ പഞ്ചായത്തിൽ എത്ര കിലോമീറ്റർ റോഡുണ്ട് എന്ന് ഗവൺമെൻറ് നോക്കിയിട്ട് ആ കിലോമീറ്ററിനാണ് നമുക്ക് ഫണ്ട് തരുന്നത്. അങ്ങനെ ആണ് 18 കോടി രൂപ. നമ്മൾ അത്രയും റോഡ് അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് 18 കോടി രൂപ തന്നത്. പക്ഷേ സംസ്ഥാനത്തെ മറ്റ് ജില്ലാ പഞ്ചായത്തുകൾ ആർട്രാക്ക് പൂർത്തീകരിക്കാത്തത് കൊണ്ടായിരിക്കാം അവരുടെ ഫണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്രാക്ക് പൂർത്തീകരിച്ചപ്പോൾ സ്വാഭാവികമായും 6 മീറ്റർ വീതിയുള്ള റോഡുകളെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തി വന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡുകളുടെ നീളം കുറഞ്ഞു, അവരുടെ മെയിൻ്റനൻസ് സ്റ്റാൻഡ് കുറഞ്ഞു. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകളും പരാതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്ന റോഡുകളുടെ ഗുണം ഗ്രാമപഞ്ചായത്തിനാണ് ലഭിക്കുന്നത്. എന്നിട്ടും ഗ്രാമപഞ്ചായത്തുകൾ പരാതിയുമായി രംഗത്തിറങ്ങി. ഇത് ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. മറ്റ് ജില്ലാ പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും പരാതി നൽകി മരവിപ്പിച്ച ഫണ്ട് തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കോടതിയെയും ട്രൈബ്യൂണലിനെയും സമീപിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.